മലപ്പുറത്ത് പോലീസിൽ അഴിച്ചുപണി എന്നുള്ളതാണ് വാർത്ത. മലപ്പുറം SP ശശിധരനും സ്ഥലമാറ്റം. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. താനൂർ DYSP VV ബെന്നിയെ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. അഷിൻ ഡിയാഗോ ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി. അഷിൻ, ഇപ്പോൾ മലപ്പുറത്ത് ഉദ്യോഗസ്ഥർ തെറിക്കുകയാണ്. അവർക്ക് സ്ഥലം മാറ്റം എന്ന തീരുമാനം വരുന്നു. ആർക്കൊക്കെയാണ് സ്ഥലം മാറ്റം? പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ നേരിടുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനം ഈ മലപ്പുറത്ത് നിന്നാണ് ഈ ആരോപണങ്ങളിലേക്ക് കേന്ദ്രബിന്ദു. ഒരു ഭരണകക്ഷി MLA തന്നെ മലപ്പുറം പോലീസിനെതിരെ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മലപ്പുറം പോലീസിൽ ഒരു കൂട്ട അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. SP ശശിധരന് സ്ഥലമാറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല മലപ്പുറത്തെ 8 DYSPമാർക്കും സ്ഥലമാറ്റമുണ്ട്. DYSP ബെന്നിയെയും സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്പെഷ്യൽ ബ്രാഞ്ച് മലപ്പുറം, പെരിന്തൽമണ്ണ, താനൂർ, കൊണ്ടോട്ടി, നിലമ്പൂർ, താനൂർ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാർക്കുമാണ് സ്ഥലമാറ്റമുള്ളത്. സമീപകാലത്തെ ഏറ്റവും കൂടുതൽ വിവാദം കത്തി നിൽക്കുന്ന ഒരു സമയം, അതായത് പോലീസിനെതിരെ നിരന്തര ആരോപണം, പ്രത്യേകിച്ച് മലപ്പുറം ക്യാമ്പ് ഓഫീസിൽ നടത്തുന്ന SP-മാർക്കടക്കം അവർക്കെതിരെ തന്നെ മറ്റ് സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പരാമർശം, മരമുറി കേസുകൾ, അതുപോലെ തന്നെ PV അൻവറുടെ ആരോപണം, മറ്റൊന്ന് ലൈംഗിക ആരോപണം. പോലീസിനെതിരെ പോലീസിനെതിരെ ഈ സമീപകാലത്തെങ്ങും കേട്ട് ചരിത്രമില്ലാത്ത രീതിയിൽ ഒരു ലൈംഗിക ആരോപണം ഇരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസിനെതിരെ ഈ മലപ്പുറം പോലീസിൽ ഒരു വൻ അഴിച്ചുപണി നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പക്ഷേ മറ്റൊന്ന് ഇതിൽ എടുത്തു പറയേണ്ടത്, ആരോപണ വിധേയനായിട്ടുള്ള, അതായത് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ആരോപണം നേരിടുന്ന ADGPക്കെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സ്മൃതി ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടത്. എന്തായാലും മലപ്പുറം പോലീസിൽ ഒരു വൻ അഴിച്ചുപണിക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നു. DYSP SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരിക്കുന്നു. 8 DYSPമാരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. SP അടക്കം സ്ഥലം മാറ്റിയിട്ടുമുണ്ട്. സ്മൃതി, ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ള ആരോപണമാണ് നേരത്തെ ഉയർന്നിരുന്നത്. ഈ താനൂർ കസ്റ്റഡി കൊലക്കേസ് സമയത്ത് മുതൽ അത്തരം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മലപ്പുറം SP ശശിധരനെ സ്ഥലം മാറ്റി. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും മാറ്റം. താനൂർ DYSP VV ബെന്നിയെ കോഴിക്കോട് റൂറലിലേക്ക് മാറ്റിയിരിക്കുന്നു. PV അൻവർ MLA ആദ്യം പ്രതികരിച്ചു തുടങ്ങിയത് SP ശശിധരനെതിരെയാണ്. അന്ന് ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ടായിരുന്നു ആ വിമർശനം. അത് അദ്ദേഹത്തിന്റെ പാർക്കിൽ മോഷണം പോയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആ വിമർശനം നടത്തിയിരുന്നത്. ശശിധരൻ അവിടെ നിന്നും ആ വേദിയിൽ പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോകുന്ന അടക്കം അന്ന് വാർത്തയായിരുന്നു. അവിടെ നിന്നാണ് വിമർശനം തുടങ്ങി. മലപ്പുറത്തെ പോലീസിൽ നിന്നും മുൻ SP-ക്ക് എതിരെ വിമർശനം ഉയർന്നു. അത് കഴിഞ്ഞ് ADGPക്കെതിരെ വിമർശനം ഉയർത്തി. അങ്ങനെ പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ആരോപണങ്ങളാണ് പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ചില കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടും വിമർശനം ഉയർത്തിയിരുന്നു. അഷ്കർ അലി കരിമ്പ മലപ്പുറത്ത് നിന്നും. അഷ്കർ, ഇപ്പോൾ മലപ്പുറത്ത് പോലീസിൽ വൻ അഴിച്ചുപണി എന്ന തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ്. മലപ്പുറം SP ശശിധരന് സ്ഥലം മാറ്റം. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും മാറ്റം. താനൂർ DYSP VV ബെന്നിയെ കോഴിക്കോട് റൂറലിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. ഈ താനൂർ കസ്റ്റഡി മരണ സമയത്ത് പോലും ഉയർന്ന ആരോപണങ്ങളിൽ നടപടിയെടുക്കാത്ത സർക്കാർ ഇപ്പോൾ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നടപടികളിലേക്ക് കടക്കുകയാണോ അഷ്കർ? തീർച്ചയായും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് സംസ്ഥാനത്തെ പോലീസിനെ ആകെ മാറ്റിമറിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ DYSP റാങ്കിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സ്ഥലമാറ്റം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അൻവർ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥർക്ക് പുറമെ മറ്റു ഉദ്യോഗസ്ഥർ പോലും, നിലവിൽ DYSP റാങ്കിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഇപ്പോൾ സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി തന്നെ ഇതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP മലപ്പുറത്തുണ്ടായിരുന്ന അബ്ദുൾ ബഷീർ ഇപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്ട് റൂറലിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ മലപ്പുറം DYSP ആയിട്ടുള്ള പ്രേംജിത്ത്, പെരിന്തൽമണ്ണ DYSP സാജു കെ എബ്രഹാം, തിരൂർ DYSP ബിജു കെ എം, അതുപോലെ തന്നെ കൊണ്ടോട്ടി DYSP ഷിബു, നിലമ്പൂർ DYSP സന്തോഷ് PK, താനൂർ DYSP ബെന്നി, അതുപോലെ തന്നെ മലപ്പുറം SSP DYSP ആയിട്ടുള്ള മൂസ വള്ളിക്കാടൻ ഉൾപ്പെടെയുള്ള മുഴുവൻ DYSPമാരെയും ഇപ്പോൾ മാറ്റി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 3 തവണ DYSPമാരുടെ സ്ഥലമാറ്റം ഉണ്ടായപ്പോൾ പോലും മാറ്റത്തിന് വിധേയമാകാത്ത, അല്ലെങ്കിൽ താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ പോലും കേസ് അട്ടിമറിക്കാൻ ഉണ്ട് എന്ന കൃത്യമായ ആരോപണ വിധേയനായ അതിൻ്റെ ഫോൺ സംഭാഷണങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ ആരോപണ വിധേയനായിരുന്നു താനൂർ DYSP VV ബെന്നി. അപ്പോൾ പോലും അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരുന്നില്ല. അതിനുശേഷം 2 തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടടക്കം 2 തവണ മലപ്പുറം ജില്ലയിലെ വിവിധ DYSPമാർക്ക് സ്ഥലം മാറ്റമുണ്ടായിരുന്നു.